മലയാളത്തിന്റെ പ്രകടനം എങ്ങനെ ഉണ്ടായിരുന്നു? പല സിനിമകളും ഉണ്ടായിരുന്നല്ലോ. മലയാളം ഏറ്റവും കൂടുതൽ അഭിമാനിക്കാവുന്നത് മലയാളത്തിനാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഏറ്റവും കൂടുതൽ കോമ്പറ്റീഷനിൽ ഏറ്റവും കൂടുതൽ മുന്നിൽ വന്നത് തീർച്ചയായിട്ടും മലയാളം തന്നെയായിരുന്നു. മലയാളത്തിന്റെ അഭിമാന നടൻ മമ്മൂട്ടി, അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫർ ബ്രഹ്മയുഗത്തിന്റെ ഫോട്ടോഗ്രാഫറാണ്. അതുപോലെ വൈക്കം വിജയലക്ഷ്മിയുടെ പിന്നണിയിൽ, അതുപോലെ ഫെമിനിച്ചി ഫാത്തിമയാണ് മലയാളത്തിന്റെ ഏറ്റവും മികച്ച ചിത്രം. അങ്ങനെ മലയാളത്തിന്റെ എല്ലാ സിനിമകളും മറ്റു ഭാഷകളിലുള്ള തമിഴിലും കന്നഡത്തിലും തെലുങ്കിലും മറ്റു ഭാഷകളിലൊക്കെ ഉള്ള സിനിമകളെല്ലാം ഒന്നിനൊന്നിന് മെച്ചമാണ്. റെക്കോർഡ് ഉണ്ടായിരിക്കും. ഏറ്റവും കൂടുതൽ മികച്ച സിനിമ റെക്കോർഡ് 4 ആയിട്ടുണ്ട്. റെക്കോർഡ് വന്നിരിക്കുകയാണ്. നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ഇപ്പോഴും എന്താണ് നിത്യയൗവനമാണ്. നമുക്ക് തീർച്ചയായിട്ടും ഇനിയും സിനിമകൾ ഒരുപാട് ചെയ്യാൻ ബാക്കിയുണ്ട്. അതുകൊണ്ട് അത് മികച്ച നടന്റെ കാര്യത്തിൽ മലയാളത്തിൽ നിന്ന് തന്നെയുള്ള മറ്റു നടന്മാരും ഈ മത്സരത്തിലുണ്ടായിരുന്നു മമ്മൂട്ടിക്കൊപ്പം. ഞാൻ ഒന്നാമത്തെ കാര്യം നമ്മൾ നമ്മളുടെ ജൂറിയുടെ ഒരു ഡിസ്കഷനും പുറത്ത് പറയാൻ പാടില്ല നമ്മൾ എഴുതി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് കൂടുതൽ ഡീറ്റെയിൽസ് പറയാൻ പറ്റില്ല അതിലുള്ളത്. മികച്ച നടൻ ഇത്തവണ പങ്കിടുന്ന ഒരവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പം അതെ, അത്രയ്ക്ക് നല്ല കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. കൂടുതൽ കോമ്പറ്റീഷൻ ഉണ്ടെന്നാണ് പറയാം. കാരണം മറ്റ് സിനിമകളിലുള്ള ആക്ടേഴ്സൊക്കെ കോമ്പറ്റന്റ് ആയിരുന്നു. എന്തായാലും നമുക്കിടെ പ്രകടനം ഏറ്റവും മുന്നിലാണ് എന്ന് തന്നെ പറയാം.